നമസ്കാരം സുഹൃത്തുക്കളെ. കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ ആസ്ഥാനമായ AICC ഓഫീസിൽ ഇന്ന് ചില സംഭവങ്ങളൊക്കെ നടന്നല്ലോ. നമ്മൾ ഇതിനകം തന്നെ അത് കണ്ടു കഴിഞ്ഞു. പക്ഷേ കേരളത്തിലുള്ള ഒരു ചോട്ടാ കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ നടന്ന സംഭവങ്ങളിൽ രാജ്യത്തോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. എന്ത് കാര്യത്തിനാണ് അയാൾ മാപ്പ് ചോദിച്ചതെന്ന് അറിയില്ല. AICCയിൽ നടന്നത് സംഘികൾ പറയുന്നത് അവിടെ വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലുന്നു എന്ന് മനസ്സിലായപ്പോൾ സോണിയ അലമ്പുണ്ടാക്കി നിർത്താൻ പറഞ്ഞു എന്നാണ് കോൺഗ്രസ്സുകാരല്ലാത്തവർ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് വന്ന് പറയുന്നത് അതങ്ങനെയല്ല, വന്ദേമാതരം ചൊല്ലുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അത് നിർത്താൻ പറയുകയല്ല സോണിയ ചെയ്തത്, കസേര കൊണ്ടുവരൂ എന്നാണ് സോണിയ പറഞ്ഞത്. അതായത് പ്രായമായ ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന 80 കഴിഞ്ഞ അവരുടെ പ്രസിഡന്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് കസേര കൊണ്ടുവരൂ എന്നാണ് അത്രേ പറഞ്ഞത്. വന്ദേമാതരം എന്താ ഏഷ്യാസിൻ്റെ കച്ചേരിയാണോ ഇരുന്നുകൊണ്ട് പാടാൻ? അല്ലല്ലോ, അത് നിന്നുകൊണ്ടല്ലേ കേൾക്കേണ്ടത് ആലോചിക്കുമ്പോൾ. അപ്പോൾ കസേര കൊണ്ടുവരൂ എന്നല്ല പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ കേരളത്തിലിരിക്കുന്ന ഒരു ചോട്ടാ നേതാവ് രാജു പി നായർ എന്തിനാണ്, അവരുടെ തന്നെ വക്താവ് പറയുന്നത് നിസ്സാര കേസാണ്, ആ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ഇയാൾ എന്തിനാണ് രാജ്യത്തിനോട് മാപ്പ് പറയുന്നത്? വന്ദേമാതരം ഇവിടെ നിരോധിച്ചിട്ടുണ്ടോ ഈ രാജ്യത്ത്? ഇല്ല. ഈ രാജ്യത്ത് കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും വന്ദേമാതരം ചൊല്ലി, ഇവിടെ മാത്രമാണത് ചൊല്ലാഞ്ഞത്. അപ്പോൾ അയാൾ കേരളത്തിനോട് മാപ്പ് പറഞ്ഞാൽ പോരെ, എന്തിനാണ് രാജ്യത്തിനോട് മാപ്പ് പറയുന്നത്? ഇനി ഇതെല്ലാം പോട്ടെ, ഇത്രയും നിസ്സാര കാര്യത്തിന് മാപ്പ് പറയുന്ന ഇയാളും ഇയാളുടെ പൂർവീകരുമൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് മാപ്പ് മാത്രമായിരിക്കില്ല, അവരുടെ ഷൂസ് മാത്രമായിരിക്കില്ല, ബാക്കി എന്തൊക്കെ ചെയ്ത് കാണണം. ഇപ്പോൾ ഇന്ന് നടന്ന ഒരു സംഭവത്തിൽ കേരളത്തിലിരുന്നു കൊണ്ടൊരുത്തൻ മാപ്പ് പറഞ്ഞു, കോൺഗ്രസ്സുകാരൻ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ അവർ ആ സമയത്ത് ചെയ്ത് കാണും? എൻ്റെ വീഡിയോ കാണുന്ന ഈ ജെൻസി ഉള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ പിടികിട്ടും. അതായത് ഇവർ RSSനെ പറ്റി പലപ്പോഴും പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നാണ്, ഈ സവർക്കറെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്, മാപ്പ് പറഞ്ഞ് അതിൻ്റെ കൂടെ നിന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു ചിത്രം പോലും, അതുപോലെ അതിനെ സാധൂകരിക്കുന്ന ഒരൊറ്റ ചിത്രം പോലും അവർക്ക് കാണിച്ചു തരാനില്ല. അതായത് RSS നേതാക്കൾ ആരെങ്കിലും സൗഹൃദ ഭാവത്തിലെങ്കിലും അന്നത്തെ ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുന്നതോ സമയം ചെലവഴിക്കുന്നതോ അവരുടെ കാൽച്ചോട്ടിലിരിക്കുന്നതോ അവർക്ക് ഷേവ് ചെയ്ത് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ചിത്രങ്ങളും കാണാനില്ല. എന്നാൽ കോൺഗ്രസ്സുകാരുടെ അത്തരം ചിത്രങ്ങൾ ലഭ്യമാണ്, നിങ്ങൾക്ക് ആർക്കും ലഭ്യമാണ്. അത് സോഷ്യൽ മീഡിയ നോക്കിയാൽ പറയാം. കുറച്ച് ചിത്രങ്ങൾ ഞാൻ കാണിക്കുകയും ചെയ്യാം. ഒരു ബ്രിട്ടീഷുകാരുടെ കാൽച്ചോട്ടിലിരിക്കുന്ന നെഹ്റുവിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ മൗണ്ട് ബാറ്റന് ഷേവ് ചെയ്ത് കൊടുക്കുന്ന നെഹ്റുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇന്ന് പൊതുവിടത്തിലുണ്ട്, ആർക്ക് വേണമെങ്കിലും തപ്പിയെടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ചിത്രം പോലും നിങ്ങൾക്ക് ഒരു RSSകാരനും അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരനുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. അപ്പോൾ നമ്മുടെ മുന്നിൽ തെളിവായിട്ട് തന്നെയുണ്ട് ആരാണ് ആരല്ല എന്ന്. ഇനി ഇതെല്ലാം പോട്ടെ, അന്ന് RSSന് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുണ്ടോ ഇല്ലെന്നുള്ളത് ഇന്നും ആളുകൾ തർക്കിക്കുന്ന കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പോലും RSS എന്നത് ഇന്ത്യയിൽ ഒരു ശക്തിയല്ല, വളരെ കുറച്ച് ആളുകൾ മാത്രം. അതായത് ഈ പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ RSS രൂപം കൊണ്ടിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അതിൽ അംഗമെടുത്തിട്ടുള്ളൂ. അന്നത്തെ കോൺഗ്രസ് അത് ഒരു പാർട്ടിയൊന്നുമല്ല, ഒരു സംഘടന. ഇന്ന് കാണുന്ന കോൺഗ്രസ്സേ അല്ല, എത്രയോ പിളർപ്പിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ദിരാ കോൺഗ്രസ് ഒക്കെ. അതിന് മുമ്പ് എത്ര തവണ അത് പിളർന്നിട്ടുണ്ടെന്നറിയാം. അപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ആ കോൺഗ്രസ്സിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് കാണുന്ന കോൺഗ്രസ്സിന് അതിൻ്റെ മാത്രമായിട്ടൊരു പിതൃത്വം അവർക്ക് അവകാശപ്പെടാനാവില്ല. കാരണം അന്ന് ഇതൊന്നുമില്ലാതെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് RSSകാർ ആയവരുണ്ട്, അതിൽ നിന്ന് ഇപ്പുറത്ത് വന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വളരെ കുറച്ച് RSSകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഈ കേരളത്തിൽ പോലും എത്രയോ വർഷത്തിന് ശേഷമാണ്, ഈ ഒരു 2 പതിറ്റാണ്ടോ മറ്റോ ആയിട്ടുള്ളൂ ഇവിടെ BJP പോലും ഒരു ശക്തിയാണ് എന്ന് തെളിയിക്കാൻ തുടങ്ങിയിട്ട്. ഇതുതന്നെയായിരുന്നു രാജ്യത്തെ പലയിടത്തെ അവസ്ഥ. അപ്പോൾ അന്ന് കോൺഗ്രസ്സാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇതിൽ നിന്ന്, അതായത് ഇന്ന് കാണുന്ന കോൺഗ്രസ് അല്ല, അന്നത്തെ കോൺഗ്രസ് വേറെയാണ്. അതും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി വാൽവ് എന്ന നിലയിൽ ബ്രിട്ടീഷുകാരനായിട്ടുള്ള AO ഹ്യൂം ഉണ്ടാക്കി ഇന്ത്യക്കാരൻ്റെ കൊടുത്ത സംഗതിയാണിത്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ പുതിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ജാലിയൻവാലാ ബാഗ് നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. അവിടെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരെ യാതൊരു കരുണയും കൂടാതെ കൊന്നു തള്ളിയവരാണ് ബ്രിട്ടീഷുകാർ. അങ്ങനെ യാതൊരു കരുണയും കാണിക്കാത്ത അവരുടെ അടുക്കലാണ് ഈ ചർക്ക കറക്കിയും ഉപ്പ് കുറുക്കിയും നിരാഹാരം കിടന്നതൊക്കെ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ അത്രയും വലിയ പൊട്ടന്മാരായിരിക്കണം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് 1-2 നേരം ദിവസമൊന്നും നമുക്ക് പറ്റില്ല, പട്ടിണി ഉണ്ടായിരുന്നു. എന്തിനാ? ഒരു പുതിയ സൈക്കിൾ വാങ്ങി തരാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്. ഇന്നത്തെ കുട്ടികളാണെങ്കിൽ ചിലപ്പം മൊബൈലിന് വേണ്ടിയിട്ട് മറ്റ് ബൈക്കിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ഇത്തരം അഭ്യാസങ്ങളൊന്നും കാണിച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോഴാണ് അന്ന് നിരാഹാരം കിടന്നിട്ട് സ്വാതന്ത്ര്യം വാങ്ങിത്താന്നെന്ന് പറയുന്നത്. എത്ര കാലം കൂടി ഇവർക്ക് ഇത്ര ഉടായ്പകൾ ഓടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പുതിയ കാലത്തെ ആളുകൾക്കെല്ലാം വളരെ വ്യക്തമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അയൽവക്കക്കാരനുമായിട്ട് ഒരു അതിർത്തി തർക്കമുണ്ടെങ്കിൽ നമ്മളത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ അടുക്കളയിൽ അവൻ്റെ ഭാര്യയായിട്ട് ഇടപഴകി അവന് ഈ ഷേവിങ് ചെയ്ത് കൊടുത്ത് നടന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഈ അതിർത്തി പ്രശ്നം ശരിയാക്കുന്നത്? ഒരിക്കലുമല്ല.
നമ്മൾ ലീഗലായിട്ട് പോവും, കായികമായിട്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പോവും. പക്ഷേ നെഹ്റുവിൻ്റെ കാലത്തെ കോൺഗ്രസ്സുകാർ എന്തായിരുന്നു ചെയ്തത് എന്ന് ചിത്രങ്ങൾ തന്നെ വ്യക്തമാണ്. അപ്പോൾ പുതിയ കാലത്തെ ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ആരാണ് മാപ്പ് പറഞ്ഞതെന്നും ആരാണ് ഈ പറയുന്ന പോലെ ഷൂ നക്കിയെന്നും. ഇന്നും ഒരു ചെറിയ നിസാര കാര്യത്തിന് വേണ്ടി, അതും ഡൽഹിയിലിരുന്ന് സോണിയാഗാന്ധി ചെയ്തൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ കേരളത്തിലിരുന്ന് രാജീവ് പി നായർ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരിൽ നിന്ന് മാപ്പ് ചോദിക്കുന്നു. ഇവരൊക്കെ ഓരോ ദിവസവും വെളിപ്പെടുന്നു, ആളുകളുടെ മുന്നിൽ വിഡ്ഢിയാക്കപ്പെടുന്നു. ഇനി ഇവരാരും ചർച്ച ചെയ്യാത്ത, ഇനി ഏത് ചാനലിൽ പോയിരുന്ന കണ്ടാലും അവരാരും പറയാത്ത ഒരു കാര്യം കൂടെ ഞാൻ പച്ചയ്ക്ക് തന്നെ പറയാം. അതായത് ഈ രാജ്യത്ത് 140 കോടി ജനങ്ങളുണ്ട്. അതിൽ 100 കോടിക്ക് മുകളിൽ ഹിന്ദുക്കളുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുതിയ കണക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. 14% ഇസ്ലാമുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അതായത് ഈ 14% വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ 80% ഹിന്ദുക്കൾ ഒന്നും ചെയ്യരുത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് മുസ്ലിമിന് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ വന്ദേ മാതരം ചൊല്ലരുത്. മുസ്ലിമിന് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത്. മുസ്ലിമിന് ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത്. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. അതായത് ഈ 80% തിരിച്ചു ഒന്ന് പറഞ്ഞു നോക്കും. നിങ്ങൾ അറബിയിൽ പള്ളിയിൽ കൂടെ വിളിച്ചു പോകുന്ന ബാങ്ക് വിളി എന്നത് മലയാളത്തിലാക്കുക. അത് വർഗീയത ഉണ്ടെങ്കിൽ അത് നിർത്തുക എന്നൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ അറിയാം തനി ഗുണം എന്നാണ്. അതായത് ലോകത്ത് ഒരു രാജ്യത്ത് നടക്കാത്ത കാര്യത്തിനാണ് ഇവർ ഇവിടെ ആവശ്യപ്പെടുന്നത്. 14% വിഷമിപ്പിക്കാൻ പറ്റില്ല. അവരെന്ത് പറയുന്നു അത് 80% അംഗീകരിക്കുക, അനുസരിക്കുക. ഇതിൻ്റെ ഒപ്പമാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമൊക്കെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വ്യക്തമാകുന്നുണ്ടോ? ഇവറ്റുള്ളവർക്ക് എന്ത് മറുപടി പറയാനാണ്?